നിയമം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തവർ തന്നെ അതിനെ പരസ്യമായി ലംഘിക്കുന്നുവെങ്കിൽ സമൂഹത്തിന് അത് നൽകുന്ന സന്ദേശം അതീവ ഗുരുതരമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ 6 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്ന സംഭവം കേരള പോലീസിന് മാത്രമല്ല മുഴുവൻ നീതി സംവിധാനത്തിനും ഒരു വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. ഡ്യൂട്ടിക്കിടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ പാർക്ക് ചെയ്ത സ്വകാര്യ വാഹനത്തിൽ സിവിൽ വേഷത്തിൽ പരസ്യമായി മദ്യപിച്ച ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് സമൂഹത്തെ ഞെട്ടിച്ചു. ഒരു പ്രാദേശിക ബിസിനസ്സുകാരന്റെ മകളുടെ വിവാഹ സൽക്കാരത്തിന് പോകുന്നതിന് മുൻപ് നടന്ന മദ്യ പാർട്ടിയാണെന്ന വിശദീകരണം അവസ്ഥയുടെ ഗൗരവം കുറയ്ക്കുന്നതല്ല, മറിച്ച് അതിനെ കൂടുതൽ അപമാനകരമാക്കുന്നതാണ്. സ്റ്റേഷനിലെത്തിയ ഒരു സാധാരണ പൗരൻ പകർത്തിയ ദൃശ്യങ്ങളാണ് സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഗ്രേഡ് ASI ബിനു ഉൾപ്പെടെ 5 സിവിൽ പോലീസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തതും ബിനുവിനെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് അധിക കുറ്റങ്ങൾ ചുമത്തിയതും ശരിയായ നടപടികളാണ്. എന്നിരുന്നാലും ഇത്തരം സംഭവങ്ങൾ നടക്കാതിരിക്കാൻ സംവിധാനപരമായ ജാഗ്രതയും ശക്തമായ അച്ചടക്കവും അനിവാര്യമാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ജനങ്ങളെ സേവിക്കുന്നവരും നിയമത്തിന്റെ പ്രതിനിധികളുമാണ്. അവരുടെ ഓരോ പ്രവൃത്തിയും പൊതുസമൂഹം സൂക്ഷ്മമായി വിലയിരുത്തുന്നു. ചിലരുടെ അച്ചടക്കമില്ലായ്മയും ഉത്തരവാദിത്വമില്ലായ്മയും മുഴുവൻ പോലീസ് സംവിധാനത്തെയും സംശയത്തിന്റെ നിഴലിലാക്കും. അതിന്റെ ദോഷഫലം രാപ്പകൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന നിഷ്ഠയുള്ള ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർക്കാണ് നേരിടേണ്ടി വരുന്നത്. മദ്യപാനം വ്യക്തിപരമായ വിഷയമായിരിക്കാം, എന്നാൽ യൂണിഫോമിന്റെ ഉത്തരവാദിത്വം ചുമലിലേറ്റിയ ഒരാൾ പൊതുസ്ഥലത്ത് ഡ്യൂട്ടിക്കിടെ പരസ്യമായി മദ്യപിക്കുന്നത് തീർത്തും അച്ചടക്ക ലംഘനവും നിയമത്തോടുള്ള അവഗണനയുമാണ്. നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ നിയമത്തെ ലഘൂകരിക്കുമ്പോൾ നിയമം എല്ലാവർക്കും ഒരുപോലെ എന്ന ആശയം വെറും മുദ്രാവാക്യമായി ചുരുങ്ങും. ഈ സംഭവം ഒരു മുന്നറിയിപ്പായി കാണപ്പെടണം. പോലീസ് സംവിധാനത്തിൽ കർശനമായ ആഭ്യന്തര നിയന്ത്രണങ്ങളും ഉത്തരവാദിത്വ ബോധം വളർത്തുന്ന നടപടികളും ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. നിയമത്തിന്റെ കാവലാളുകൾ തന്നെ നിയമത്തിന്റെ മാന്യത കാത്തു സൂക്ഷിക്കുമ്പോഴേ ജനാധിപത്യത്തിലെ നീതി വ്യവസ്ഥയ്ക്ക് യഥാർത്ഥ വിശ്വാസ്യത നിലനിൽക്കൂ. ന്യൂസ് ഡെസ്ക് ZECO ന്യൂസ്.